രണ്ട് സാക്ഷ്യങ്ങൾ പറയാനായിട്ടാണ്. കഴിഞ്ഞ ഏപ്രിലില് എന്റെ ആന്റി ഈ ധ്യാനത്തിൽ കൂടിയായിരുന്നു. അപ്പം 10-20 വർഷമായി ആന്റിയുടെ കയ്യിലും കാലിലും ഭയങ്കരമായിട്ട് വ്രണങ്ങൾ വന്നിരിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ പുള്ളിതുപോലെയായിരുന്നു. ആന്റിക്ക് ഫുഡ് ബാക്കിയുള്ളവർക്ക് വിളമ്പാൻ പറ്റുന്നില്ല. കാരണം ആന്റി ബാംഗ്ലൂരാണ്. അപ്പം അവധിക്ക് വരാൻ നേരത്ത് എന്റെ വലിയമ്മച്ചി പറഞ്ഞു, ഇവിടെ ധ്യാനമുണ്ട്, നീ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ദിവസം ആന്റി ഇവിടെ വന്നുള്ളൂ. ആ ദിവസം തന്നെ ആന്റിക്ക് നന്നായിട്ട് കുറവ് അനുഭവപ്പെട്ടു. ഇപ്പൊ ആന്റിയുടെ കയ്യിലെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ആന്റി ഒരു ടീച്ചറാണ്. അപ്പം ഈ സ്കൂളിലൊക്കെ ചെന്ന് പഠിപ്പിക്കുമ്പോൾ പിള്ളേരെല്ലാവരും ചോദിക്കുമായിരുന്നു, കയ്യിൽ എന്ത് പറ്റി, ഇതെന്താ ഇത്രയും വികൃതമായിട്ട് ഇരിക്കുന്നതെന്ന്. ഇപ്പം ആന്റിയുടെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി. ആന്റി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇരിക്കുവാണ്. പക്ഷേ ആന്റിക്ക് ഇനി എപ്പോഴാണ് നാട്ടിലേക്ക് വരാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അത് കാരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ എന്റെ മാസ്റ്റേഴ്സ് ഇപ്പം കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ ആക്ച്വറിയൽ സയൻസ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പം 4-5 മാസമായിട്ട് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 5 ഇന്റർവ്യൂയോളം അറ്റൻഡ് ചെയ്തു. പക്ഷെ ഫൈനൽ റൗണ്ട് ആവുമ്പോൾ എന്നെ കമ്പനികൾ എടുക്കാതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ വെല്ലുവിളിച്ച് തന്നെ പറഞ്ഞു, അവൾക്കൊരു ജോലി മാതാവ് കൊടുക്കും. ഇവിടെ നഴ്സ് നേടുകയും ചെയ്തു. അപ്പം അതിന്റെ ഫലമായിട്ട് ഇല്ലില്ല, വെല്ലുവിളിക്ക് കാല് വൈകാതിരിക്കുക. വെല്ലുവിളിക്ക് ഇപ്പം 80 വയസ്സായി. പക്ഷെ അമ്മച്ചിക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. മീൻസ് അയൽവക്കക്കാരോടൊക്കെ ഒരുപാട് സംസാരിക്കും. അപ്പൊ ഇവിടെ പിന്നെ അമ്മയെന്നെയും ലോകത്ത് മുഴുവൻ നടക്കുന്ന നാട്ടിൽ മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോട് വന്ന് പറയും. അമ്മായിയമ്മ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നാട്ടിൽ പറയും. ഇത് ഏത് ഭാഗത്തും പെടുന്ന അഞ്ചിത പറഞ്ഞു തമാശ പറഞ്ഞു കേട്ടോ. അമ്മച്ചിക്ക് പിന്നെ ഭയങ്കര വിശ്വാസം മാതാവില്. ഞങ്ങൾക്കിപ്പം എന്തെങ്കിലും, എനിക്ക് 2 ചേച്ചിമാരും കൂടി ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അമ്മച്ചി പറയും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ മാതാവ് ഒരിക്കലും കൈ പിടിയാണെന്ന് പറയും. പിന്നെ എല്ലാ ശനിയാഴ്ചയും ഞാനും ചേച്ചിയും ഒക്കെ ഇവിടെ രാവിലത്തെ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. പപ്പയുടെ കൂടെ വരും. അപ്പം അമ്മച്ചി പറഞ്ഞു, നീ ഇവിടെ അമ്മച്ചി നേർച്ച നേർന്നിട്ടുണ്ട്, നീ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് ആ ഇന്റർവ്യൂ എനിക്ക് പാസ്സായി. ഞാനിപ്പം നാളെ കോയമ്പത്തൂരാണ് ഇപ്പൊ ജോലി കിട്ടിയേക്കുന്നത്. ഞാനിപ്പം നാളെ കോയമ്പത്തൂർ പോവാണ്. നല്ലൊരു കഴിയുടെ ചെറുപ്പത്തിലെ നല്ല ജോലി കിട്ടി മാതാവ് അനുഗ്രഹിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു.